ഹലോ ഗൈസ്, വെൽക്കം ടു വെസ്റ്റർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുമെന്ന പടത്തിൻ്റെ പേര് അഖണ്ഡ 2. പടത്തിൽ അഭിനയം ചെയ്യുന്നത് ബാലയ്യ, അശ്വിനി മൽഹോത്ര, സംയുക്ത മേനോൻ, ആദി പെനിസിറ്റി, കബീർ ദുഹാൻ സിംഗ്, വിജയ് ചന്ദ്രശേഖർ, ജഗപതി ബാബു, അയ്യപ്പ ശർമ്മ, പിന്നെ ശശ്വത ചാറ്റർജി, സംയുക്, പിന്നെ എന്തോന്ന് അവളുടെ പേര്, ശരത് ലോഹിത് എന്നിവരാണ്. പിന്നെ പറയാൻ പറഞ്ഞ മഹേന്ദ്രനാണ് വേട്ടയ്ക്കുന്ന സിനിമയിൽ ഇങ്ങനെയായിട്ടുള്ള അദ്ദേഹം. പടം ഡയറക്റ്റ് ചെയ്യുന്നത് ബോയപ്പതി ശ്രീമാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹരീഷ് പെട്ടിയാണ്. ഇതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാലയുടെ മോളായിട്ടുള്ള തേജസ്വിനിയാണ്. പിന്നെ എഡിറ്റിംഗ് ബൈ തമ്മിരാജ്, ആക്ഷൻ ഡയറക്ഷൻ രാം ലക്ഷ്മണൻ, പിന്നെ സിനിമാറ്റോഗ്രാഫി സന്തോഷ് ടെട്ടക്കെ ആൻഡ് ശ്രീരാം പ്രസാദ്, കോസ്റ്റ്യൂം ഡിസൈനിങ് ശരണ്യ റാവു, ആർട്ട് ഡയറക്ടർ എസ് പ്രകാശ്, പിന്നെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ശ്രീനിവാസനാണ്. ഇത്രയാണ് പിന്നെ പറയാൻ പറഞ്ഞു. മ്യൂസിക് എഴുതിയിരിക്കുന്നത് തമൻസ്. ഇത്രയാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ. പടം എങ്ങനെ ചോദിച്ചാൽ, ഒരു പക്ക തെലുങ്ക് സിനിമ, ഇല്ലെങ്കിൽ പക്ക ബോയാപ്പതി സിനിമ, അല്ലെങ്കിൽ പക്ക ഒരു ബാലയ്യ പടം വിചാരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ 100% ഷുവറായിട്ട് ഞാൻ പറയണം, 100% വെർത്തായിരിക്കും സിനിമ. അത്രയ്ക്ക് അടിപൊളി പടം. പക്ഷേ നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നെഗറ്റീവ്സ് പറയാം. നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഇതിൽ ക്ലൈമാക്സ് ഫൈറ്റ്, എൻ്റെ എന്നോട് അത് കോമഡി ഫൈറ്റ് ആയിപ്പോടെ. ഓൾറെഡി സ്റ്റോറി വൈസ് നല്ല സിനിമയാണ്. ബട്ട് ക്ലൈമാക്സ് ഫൈറ്റിൽ ഇത് മറ്റേ തൃശ്ശൂരില്ലടെ ശിവൻ്റെ അതെടുത്തിട്ട് അത് മറ്റേ കൈതിയിലെ തോക്കിങ്ങനെ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ കറക്കിയും കൊണ്ട് വെടി വയ്ക്കണം തോന്നുന്നുണ്ട് ഇത്. പിന്നെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് മറ്റേ തുള്ളി ചാടുന്നത്, അപ്പോൾ ശിവനും തുള്ളി ചാടുന്നത്. പിന്നെ വേറെ തന്നെ ഉണ്ട്, റോബോട്ട് ഫൈറ്റ്. റോബോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കണ മനസ്സിലായി. ബട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കരണ്ട് ഇങ്ങനെ പുറത്തോട്ട് പോയിക്കൊണ്ടി അത് കേട് വരാറ്. അതുമായിട്ടൊരു ഫൈറ്റ് ചെയ്തതിൻ്റെ അത് കോമഡി കോമഡി ആയിരുന്നു കേട്ടോ. ഞാൻ കിടന്ന് ചിരിച്ച്. പിന്നെ 5 ബാലയെ വരുന്നു ആ ഫൈറ്റിൻ്റെ ഇടയിൽ. ടോട്ടൽ 6 ബാലയുണ്ട് കേട്ടോ സിനിമയ്ക്ക്. അതാണ് വേറെ വ്യക്തി. അങ്ങനെയൊരിത്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ആദ്യം പ്രസൻറ്റ് മീൻസ് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിൽ ആദ്യ ബെനിസിറ്റിനെ കാണിച്ചപ്പോൾ ഓക്കെ, അത് മര്യാദയ്ക്കാണ് കാട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഒരു ഒരു വില്ലിനൊക്കെ അങ്ങനെ തോന്നി. ബട്ട് പ്രസൻറ്റിലോട്ട് വരുമ്പോൾ അയാളുടെ ലുക്ക് ഇതാണെങ്കിലും വില്ലത്തരം കണ്ടാലും കടന്നങ്ങ് ചിരിക്കാൻ മാതിരി ഓളോ വില്ലത്തരം. പിന്നെ കബീർ ദുഹാൻ സിംഗ് ആദ്യമൊക്കെ കൊടൂർ വില്ലനായിട്ടേ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ കണ്ടപ്പോൾ ദൈവം മാതിരി തോന്നിയതുകൊണ്ട് മറ്റേ ദൈവഭക്തനായി കൊണ്ട് അങ്ങനെ ഓടും. ഞാൻ നന്നായി എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങനത്തെ ഒരു ക്യാരക്ടർ. ബട്ട് അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് ഒരു ക്യാരക്ടർ എന്നെനിക്ക് ഫീൽ ചെയ്ത്. എനിക്ക് പിന്നെ സൗണ്ട് ഡിസൈനിങ് നെഗറ്റീവ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ഡയലോഗ്സ് പ്രത്യേകിച്ച് ക്ലൈമാക്സിലോട്ട് വരണ ക്ലൈമാക്സ് ഫൈറ്റിലൊക്കെ ചില ഡയലോഗ് ഇങ്ങനെ പറയാം. അത് നല്ല വോയിസ് ആയിപ്പോയി, നല്ല ശബ്ദത്തിലാണ് അവരെടുത്ത് വെച്ചിരുന്നത്. അത് അങ്ങേരുടെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. ഡയലോഗ് ബാലയുടെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സൗണ്ട് ഡിസൈനർ വോളിയം കൂട്ടി വയ്ക്കാൻ, അല്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങിപ്പോന്നും പറഞ്ഞിട്ട് കൂട്ടി നടക്കുന്നുണ്ട്. ചെവി അടിച്ചു. സൗണ്ട് ഡിസൈനറൊക്കെ തലമണ്ട കിടിയാണ്. ഈ കമ്പൂരൊക്കെ ശേഷം ഇമ്മാതിരി വൃത്തികെട്ട സൗണ്ട് ഡിസൈനിൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാം. ഇപ്പോഴാണ് കാണുന്നത്.
പിന്നെ വേറൊരു ഡയലോഗിൽ ഇതേപോലെ സൗണ്ട് ഡിസൈനിങ് ഉണ്ട്. അതായത് സീൻ ആയിരുന്നു, ഞാൻ മറന്നു. മറ്റേ ഫ്ലാഷ് ബാക്ക് ഫൈറ്റ് സീൻ ഉണ്ട്. ഇതിലൊരു ഫൈറ്റ് സീനുണ്ട് അങ്ങനെയുള്ള ഫ്ലാഷ് ബാക്കിൽ ബലയുടെ അതിൽ ആണെങ്കിൽ ഇതേമാതിരി സൗണ്ട് കുറച്ച് മീഡിയം സൗണ്ട് ഡിസൈൻ ഓക്കെ. പക്ഷെ ഇത് ഹൈ ചെവി അടിച്ചോടെ, സ്പീക്കർക്ക് അടിച്ചു പോകുന്നു വിചാരിച്ചോടെ, എന്തെങ്കിലും ഡൗട്ട്. പിന്നെ വേറൊരു നെഗറ്റീവും ഇല്ല. എനിക്ക് ആകെ ഒരു നെഗറ്റീവ് സൗണ്ട് ഡിസൈനിങ് ചില സീൻസിൽ കൂടിപ്പോയി. അത് കുറയ്ക്കായിരുന്നെന്ന് തോന്നി. പിന്നെ ആദ്യം പിന്നെ ഫ്ലാഷ് ബാക്കിൽ കാണിച്ചപ്പോൾ ഓക്കെ, ബട്ട് പ്രസൻറ്റ് കാണിക്കുമ്പോൾ ഞങ്ങളുടെ ക്യാരക്ടർ ഒരു വകയ്ക്കും ഇല്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ് ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ വേറൊരു നെഗറ്റീവ് എനിക്ക് പേഴ്സണലി ഇല്ല. എന്തായാലും വിൻറ്റേജ് ബാല ഈസ് ബാക്ക് എന്നാ 100% പറയാം. പിന്നെ ഞാൻ വീണ്ടും പറയണം, ബാലയുടെ പടങ്ങൾ ഒരു യൂഷ്വൽ ബാലയ പടം, യൂഷ്വൽ ബോയപ്പത് ശ്രീനിപ്പടം, യൂഷ്വൽ തെലുങ്ക് പക്കാ മാസ് മസാല ഫിലിം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാണാം. ഇല്ലെങ്കിൽ ഈ സിനിമ വെറുത്താവില്ല. നിങ്ങൾക്ക് 100% പറയാണ് ഞാൻ, വെറുത്താവില്ല. പിന്നെ അഖണ്ഡ 1 കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു സീക്വലാണ്. ബട്ട് ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് ഒന്നും മര്യാദയ്ക്ക് ചെയ്യാമായിരുന്നു. അത് സ്റ്റോറി വൈസ് നോക്കുമ്പോൾ സ്റ്റോറി അത്യാവശ്യം നല്ലത്. ആ സ്റ്റോറി വൈസ് നല്ലതായിട്ടാണ് പോയത് ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ്. ബട്ട് സ്റ്റോറി നല്ലതാണ് അല്ലയെന്നൊന്നും ഞാൻ പറയില്ല, നല്ലതല്ലെന്നൊന്നും പറയില്ല. ബട്ട് ആ സ്റ്റോറിക്ക് പറ്റുന്നൊരു ക്ലൈമാക്സ് സീൻ പറ്റിയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി വർക്ക്. ക്ലൈമാക്സ് സീൻ ഒരു വർക്കാകാനായിരുന്നു. ബട്ട് ഓർമ്മിപ്പിക്കൽ പിന്നെ എന്ന് പറഞ്ഞ കണക്ക് ശൂരം കൊണ്ട് കൈതീരും തൂക്കില്ലല്ലോ പന്നികളാ. എന്താ പറയുക, എഡിറ്റിംഗ് ഒക്കെ ആ സീനൊന്ന് അല്ലെങ്കിൽ ആ എഡിറ്റർ തമ്മിരാജു എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊള്ളായിരുന്നു. പിന്നെ ആ സിനിമാറ്റോഗ്രഫി കട്ട ശോകപ്പെട്ടത് വേറെ കാര്യം. സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ VFX ആണെങ്കിൽ എന്താണെങ്കിൽ ആ സീനിന് കട്ട ശോകം. പിന്നെ ആദ്യം സിറ്റിനൊക്കെ പ്രസൻറ്റ് ചെയ്യേണ്ട അങ്ങനെ VFX ചെയ്താൽ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അത് വേറെ വ്യക്തി അതെങ്കിലും ആട്ടെ. പിന്നെ ഇതിൽ വന്ന് സിനിമ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കണ്ട മണ്ണില്ല സീൻസ് കാണിച്ചിട്ടാണ്. അതുകൊണ്ട് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. മണ്ണില്ല സാധനമൊന്നുമില്ല എങ്കിൽ ഒരു അവിടുത്തെ സീനാണെന്നില്ല സീനാന്ന് ആലോചിച്ചു. അതുകൊണ്ട് പ്ലീസ് ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ബോയപ്പത് സീന് എല്ലാ സിനിമയിലും കാട്ടണമെങ്കിൽ ആദ്യം തന്നെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്നും പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ട് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കാണിക്കും. ഇങ്ങനൊരു സംഭവമുണ്ട്. അത് റെട്രോ സാധനമാണ്. ഇങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. പോവുക കാരണം ഇങ്ങേരും ബാലയായിട്ട് തമ്മിൽ കൊളാബ് ചെയ്തിട്ടുള്ള സിനിമകളാണെങ്കിലും ഇപ്പോൾ പിന്നെ ദാം എന്ന് പറയുന്ന NTR പടത്തിലാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ പടത്തിലും ഇങ്ങനെ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നൈസാണ്. എൻ്റെ പേഴ്സണലി മീൻസ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ അത്യാവശ്യം നൈസായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പിന്നെ തെലുങ്ക് പക ഫിലിംസും ബാലയ ഫിലിംസ് ഫിലിംസ് എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. ബാലയുടെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ സിനിമയൊക്കെ ഇറങ്ങിയപ്പോഴാണ് തൊട്ടുള്ള സിനിമകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്ന് അതിന് മുമ്പത്തെ പടങ്ങൾ ഏതൊക്കെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രീരാമരാജു എന്ന സിനിമയും പിന്നെ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്ത സിനിമയുണ്ട്. അത് മാത്രമാണ് കേരളീയം കൂടെയാണ് സിനിമയ്ക്ക് മുമ്പ് ഇറങ്ങിയത്. കണ്ടതല്ല എനിക്ക്. പക്ഷേ സിനിമയ്ക്ക് ശേഷം ഇറങ്ങിയതിൽ ആകെ എനിക്ക് ഇഷ്ടപ്പെടാൻ ശ്രീമന്നാരായണൻ മാത്രമാണ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. പിന്നെ ലയണൊരു അപകടമായിരുന്നു. അത് കാരണം അതിൽ തൃശ്ശിയായിട്ടുള്ള കെമിസ്ട്രിയും പിന്നെ ട്രീസ് ആൻഡ് ഡാൻസും വേണ്ടായിരുന്നു എനിക്ക് തോന്നി. എല്ലാവരും ഞാൻ പടം ജയിച്ചേനടി, അത് വേറെ കാര്യം. എന്തായാലും ഈ പടം അടുത്ത 100 കോടി അടിക്കട്ടെ. അല്ല 100 കോടി അടിച്ചിട്ട് കാര്യമില്ല. 200 കോടി എങ്കിലും അടിക്കണമെന്ന് തോന്നുന്നു. 150 കോടി എങ്കിലും അടിച്ചിട്ട് ആവറേജ് ആയിട്ട് എങ്കിലും അടിക്കട്ടെ സിനിമ. കാരണം 100 കോടി അടിച്ചിട്ടുണ്ട്.
അത് കാരണം ഇതിൻ്റെ സ്റ്റോറിയാണ്. പിന്നെ ഭയപതി അണ്ണനാണ് ഡയറക്ഷൻ, ബാലയാണ് നായകൻ. അതുകൊണ്ട് ഇത്രയും ബഡ്ജറ്റ് എടുത്തില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ പറയാൻ പറഞ്ഞു കേട്ടോ, ഒരു കാളപ്പേര് ഹൈലി പോസിറ്റീവ്സാണ് ഇനി പറയാൻ. ബാലയുടെ പെർഫോമൻസ് സൂപ്പർ. പിന്നെ മറ്റേ ബജരംഗ് ബജാറിൻ്റെ കൊച്ചില്ലേ, ആ കൊച്ച് 10 വർഷം ശേഷം സിനിമയിലോട്ട് വന്നത്, ഈ സിനിമയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഓടി. അതൊരു ഹൈലി പോസിറ്റീവ്. ആ കൊച്ച് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേരെന്തായിരുന്നു, ഹർഷാലി മൽഹോത്ര. അവർ എല്ലാവരെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശശോത്ത ചാട്ടർജി സൂപ്പർ. ഭംഗിയായി കലിക്ക് ശേഷം അങ്ങനെ ചെയ്ത സാധനങ്ങളെല്ലാം പൊളി. കലിക്ക് ശേഷം ഇപ്പോഴാണ് സിനിമയിൽ അഭിനയിക്കാൻ തോന്നുന്നത്. അങ്ങേരും പൊളിച്ചിട്ടുണ്ട്. ഈ ഒരു ഹൈലി പോസിറ്റീവാണ്. ഒരു നെഗറ്റീവ് പറയാൻ പറഞ്ഞു കേട്ടോ. ഒരു നെഗറ്റീവ് ഞാൻ പറയാം, സംയുക്ത മേനോൻ. ആർക്ക് പകരം വേറെ ആരെങ്കിലും ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചാലായിരുന്ന അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ പ്രായജീസ് പറഞ്ഞാൽ ഇങ്ങനെ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രേമിൽ വെച്ചിരിക്കണായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലാതൊന്നും അവർ കാണിക്കണില്ല. വിജയ് ചന്ദ്രശേഖർ നല്ല കാണിച്ചിട്ടുണ്ട്. ജഗതി ബാബു മറ്റേ ആകേണ്ട പണില്ല സീൻസ് ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കണതല്ല. അതങ്ങ് കേട്ടണമൊന്നുമില്ല, എന്നാലും വിളിച്ചുണ്ട്. എന്തായാലും എനിക്ക് ഇത്ര പറയാനുള്ളൂ. പടം കണ്ട പിന്നെ ഞാൻ PVR പോയിട്ടില്ല, 10:30 ഷോയ്ക്കാണ് പോയി കണ്ടത്. എന്തായാലും ഐ ലവ് ദിസ് മൂവി. നിങ്ങളുടെ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ആവശ്യമാണ്, അത് നമ്മൾ സഹായിക്കുക. ബൈ ബൈ. ഡെൽറ്റ വാസ്കസ്.